രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അപമാനിച്ചുവെന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും വസ്തുത മാത്രമാണ് പറഞ്ഞതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. യൂട്യൂബ് ചാനലിൽ തന്റെ വീക്ഷണമാണ് പറയുന്നത്. പരാതിക്കാരിയെ അപമാനിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. വിഷയത്തിൽ കോടതി സർക്കാരിന്റെ നിലപാട് തേടും. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ, രാഹുൽ ഈശ്വറിന്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം കോടതിയിൽ റിപ്പോർട്ട് നൽകി പോലീസ് എന്നാണ്. അതായത് രാഹുൽ ഈശ്വർ വളരെ കൃത്യമായി തന്നെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രാഹുലിന് കുരുക്ക് മുറുകുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിയിലെ അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു എന്ന കേസിലാണ് രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, കേസിന് പരിഗണിക്കും. സമാനമായ കേസിൽ തന്നെ രാഹുൽ ഈശ്വർ നേരത്തെ റിമാൻഡിലുമായിരുന്നു. ആ കുറ്റം തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഹൈക്കോടതി വിലയിരുത്തും. പ്രത്യേകിച്ചും വ്യാജ അതിജീവിത എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരിയെ രാഹുൽ ഈശ്വർ വിശേഷിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ മുൻകൂർ ജാമ്യം തേടുന്ന ഒരു സാഹചര്യം എത്തിയത്. രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരെ അടിയന്തരമായി കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതും. അതുമായി ബന്ധപ്പെട്ട റിമാൻഡിലായിരുന്നു രാഹുൽ ഈശ്വർ. അതിനുശേഷമാണ്, ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷമാണ് രാഹുൽ ഈശ്വർ വീണ്ടും ഏത് കാര്യത്തിനാണോ അറസ്റ്റിലായത് അതേ കാര്യം തന്നെ ആവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ആദ്യ കേസിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഹൈക്കോടതി ഇതിനെ എങ്ങനെ കാണും എന്നുള്ള കാര്യം കൂടി കാത്തിരുന്ന് കാണണം. കാരണം രാഹുൽ ഈശ്വരൻ ഈ ഒരു ആദ്യത്തെ കേസ് കൊണ്ട് തന്നെ പാഠം പഠിച്ചില്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു രണ്ടാമത് പുറത്തിറങ്ങിയപ്പോഴും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ അത്തരം പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് എന്നുള്ള നിരീക്ഷണവും എന്നുള്ള വിമർശനവും ശക്തമാണ്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലും അല്പം കാത്തിരുന്ന് തന്നെ കാണണം എന്ന് വേണം പറയാൻ. കാരണം അതിൽ വ്യക്തതയുണ്ടായില്ല. പ്രത്യേകിച്ചും ജാമ്യവ്യവസ്ഥകൾ, ആദ്യ കേസിന്റെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ കാര്യം, അതായത് രാഹുൽ ഈശ്വറിന്റെ ഈ രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യം ഹൈക്കോടതി ഏത് തരത്തിൽ പരിഗണിക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണുകയും ചെയ്യും. ശരി ആജ്ഞ. ഇതിനിടെ വ്യാജ അതിജീവിത എന്ന് അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറിന്റെ നടപടി ജാമ്യവ്യവസ്ഥ ലംഘനമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതോടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. യുവതി നൽകിയ പരാതിയിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. ഡാൻ ഗുര്യൻ ഡാന് പോലീസ് ഇന്നലെ കഴിഞ്ഞ ദിവസം അതിജീവിതയെ അപമാനിച്ചു, അതിജീവിത എന്ന് വിളിക്കാനാവില്ല എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചത്. യഥാർത്ഥത്തിൽ യുവതിയുടെ ഭർത്താവാണ് അതിജീവിത എന്നൊക്കെയായിരുന്നു രാഹുൽ ഈശ്വറിന്റെ വാദം. ഇത് അദ്ദേഹത്തെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസ് വളരെ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ടല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി അതിജീവിതയല്ല, വ്യാജ അതിജീവിതയാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. തുടർന്ന് അതേ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടെയാണ് യുവതി അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതിയുമായി സമീപിച്ചത്. അതിനുശേഷമാണ് ഇതിലെ തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന ആലോചനകളുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇതിനോടകം നടത്തിയിരിക്കുന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, ഈ വീഡിയോ കണ്ടന്റിന്റെ ലിങ്ക്, ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ആസ്ഥാനത്തെ ലീഗൽ അഡ്വൈസർക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. അവർ നൽകുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുക. അങ്ങനെ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതി കൂടി ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുൽ ഈശ്വറിന്റെ നില പരുങ്ങലിലാകും. അങ്ങനെയെങ്കിൽ കടുത്ത ഒരു നടപടിയിലേക്ക് വൈകാതെ തന്നെ പോകാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് വിവരം. എന്തായാലും വലിയ ഗൗരവത്തോടെ തന്നെയാണ് ഈ യുവതി നൽകിയിരിക്കുന്ന പരാതിയെ പോലീസ് നോക്കിക്കാണുന്നത്. കാരണം തുടർച്ചയായി സൈബർ ഇടങ്ങളിൽ അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള വിവരങ്ങൾ പരസ്യമായി പങ്കുവെക്കുകയും അത് ബോധപൂർവം സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പരാതിയിൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള തീരുമാനവും. ശരി.